ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും ഗൾഫ് മേഖലയിലെ പ്രധാന നഗരങ്ങളിൽ സൈറണുകൾ മുഴങ്ങിയിരുന്നു. ഇറാന്റെ മിസൈൽ ആക്രമണ ഭീഷണിയെ തുടർന്നാണ് ഈ സൈറണുകൾ മുഴങ്ങിയത്. ഇസ്രായേലിന് പുറമെ അബുദാബിയിലെ ഖലീഫ തുറമുഖത്തും സൗദി അറേബ്യയുടെ കിഴക്കൻ മേഖലകളിലും ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതായാണ് റിപ്പോർട്ടുകൾ. സൗദി അറേബ്യ, UAE, കുവൈത്ത്, ജോർദാൻ എന്നീ രാജ്യങ്ങളിലെ പ്രധാന പാലങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ലക്ഷ്യം ഇടുമെന്ന് ഇറാൻ സേന ഔദ്യോഗികമായി ഒരു മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. അതേസമയം അമേരിക്കൻ സേന ഇറാനിലേക്ക് പ്രവേശിച്ചാൽ അവരെ നേരിടാൻ 70 ലക്ഷം ഇറാൻ പൗരന്മാർ സജ്ജരാണെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് പറയുന്നു. വിരമിച്ച സൈനികരെ തിരിച്ചുവിളിച്ചും അർദ്ധ സൈനിക വിഭാഗമായ ബാസിജ് ഫോഴ്സിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ ചേർത്തും വലിയ തോതിലുള്ള സൈനിക പ്രചാരണമാണ് സർക്കാർ നടത്തുന്നത്. തങ്ങളുടെ ഏറ്റവും കരുത്തുറ്റ പ്രധാന ആയുധങ്ങൾ ഇനിയും പുറത്തെടുത്തിട്ടില്ലെന്നും രാജ്യത്തിന് അതീവ രഹസ്യമായ ആയുധ ശേഖരവും ഫാക്ടറികളും ഉണ്ടെന്നും ഇറാൻ സായുധ സേന വക്താവ് വെളിപ്പെടുത്തി. നിലവിൽ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ബോംബിട്ട് തകർത്ത കേന്ദ്രങ്ങൾ തീരെ അപ്രധാനമാണെന്നും യഥാർത്ഥ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ അവർക്കൊന്നും അറിയില്ലെന്നും ലഫ്റ്റനന്റ് കേണൽ ഇബ്രാഹിം ദൽഫായി കൂട്ടിച്ചേർത്തു. ഗൾഫ് മേഖലയെ ഒന്നടങ്കം യുദ്ധഭീതിയിലാഴ്ത്തുന്ന നീക്കങ്ങളാണ് ഇപ്പോൾ ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടെ ഗൾഫ് രാജ്യങ്ങളിലെ പാലങ്ങൾ ആക്രമിക്കുമെന്ന് ഇറാൻ സൈന്യം മുന്നറിയിപ്പ് നൽകി. കുവൈറ്റിലെയും സൗദി അറേബ്യയിലെയും UAE-ലെയും ജോർദാനിലെയും പാലങ്ങൾ ആക്രമിക്കുമെന്ന മുന്നറിയിപ്പാണ് ഇറാൻ സൈന്യം നൽകിയത്. കുവൈത്തിലെ ഷെയ്ഖ് ജാബർ അൽ അഹമ്മദ് അൽ സബ കടൽപ്പാലം, സൗദി അറേബ്യയെ ബഹ്റിനുമായി ബന്ധിപ്പിക്കുന്ന കിങ് ഫഹദ് കോസ്വേ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ഷെയ്ഖ് സായിദ് പാലം, ഷെയ്ഖ് ഖലീഫ പാലം, ജോർദാനിലെ കിങ് ഹുസൈൻ പാലം, ഡാമിയ പാലം, അബ്ദുൽ പാലം എന്നിവ ആക്രമിക്കുമെന്നാണ് ഇറാൻ സൈന്യത്തിന്റെ മുന്നറിയിപ്പ്. ടെഹ്റാനിലെ പാലം തകർത്തതിന്റെ പ്രതികാരമായിട്ടാണ് ഈ നടപടി. പശ്ചിമേഷ്യയിലെ ഏറ്റവും ഉയരമുള്ള കറാജിലെ B1 പാലം ഇന്നലെ ഇസ്രായേൽ തകർത്തിരുന്നു. B1 പാലത്തിന് നേരെ അമേരിക്കയും ഇസ്രായേലും നടത്തിയ വ്യോമ ആക്രമണത്തിൽ 8 പേരാണ് കൊല്ലപ്പെട്ടത്. ആക്രമണത്തിൽ 95 പേർക്ക് പരിക്കേറ്റതായും ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ പ്രസ് TV റിപ്പോർട്ട് ചെയ്തു. ഇറാൻ മണ്ണിൽ ഇറങ്ങുന്ന ഒരൊറ്റ അമേരിക്കൻ സൈനികനും ജീവനോടെ മടങ്ങില്ലെന്ന് ഇറാന്റെ കരസേന മേധാവി മേജർ ജനറൽ അമീർ ഫാത്തമിയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാൻ ദേശീയ മാധ്യമമായ IRIB-യിലൂടെയാണ് അമീർ ഹത്താമിയുടെ പ്രതികരണം. പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ വിജയപ്രഖ്യാപനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയതിന് പിന്നാലെയാണ് ഇറാന്റെയും മുന്നറിയിപ്പ്. ഇറാനെ തിരികെ ശിലായുഗത്തിലേക്ക് പറഞ്ഞയക്കും എന്നായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. എന്നാൽ സൈനിക നടപടി എന്ന് അവസാനിക്കും എന്നതിൽ അവ്യക്തത ഇപ്പോഴും തുടരുകയാണ്. അമേരിക്ക ഒരു കരയുദ്ധത്തിന് മുതിർന്നാൽ ശത്രുസേനയിൽ ഒരാൾ പോലും അവശേഷിക്കില്ലെന്നാണ് ഇറാന്റെ ഭീഷണി. വിവിധ ആർമി ഉദ്യോഗസ്ഥരുമായി ഹത്താമി സംസാരിക്കുന്നതിന്റെ വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക തീരുമാനിച്ചാൽ ഇസ്രായേൽ തന്റെ ഉത്തരവുകൾ അനുസരിക്കുമെന്ന് പറയുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ടൈം മാഗസിന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഞാൻ എന്തു പറയുന്നോ അത് അവർ ചെയ്യും. അവർ മികച്ചൊരു ടീം പ്ലെയറാണ് എന്നാണ് ട്രംപ് പറഞ്ഞത്. യുദ്ധം ജയിച്ചു എന്നൊക്കെ ട്രംപ് പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയുന്നുണ്ട്. ഇപ്പോൾ പറയുന്നത് ഇറാനുമായുള്ള യുദ്ധത്തിൽ സഹായിച്ചില്ലെങ്കിൽ NATO സഖ്യത്തിൽ നിന്ന് പിന്മാറുന്നതിനെക്കുറിച്ച് അമേരിക്ക ആലോചിക്കും എന്നാണ്.